നമസ്കാരം. എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ കടക്കാർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമുക്കും അറിയാം, ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണം. നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടേതായ രീതിയിൽ മാലിന്യ സംസ്കരണ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലും നമ്മളെ ഇതേപോലുള്ള ഒരു ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കണമെന്ന് വയ്ക്കുകയും നമ്മളെ ഈ കഴിഞ്ഞ പ്രോജക്റ്റിൽ 23-24 സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ മാത്രമല്ല, കൃഷി ഓഫീസ്, കുടുംബശ്രീ ഓഫീസ്, MGNRNGs, കൃഷി ഓഫീസ്, വി ഓഫീസ്, അങ്ങനെ പല ഓഫീസുകൾ, ഐ ഓഫീസ്, അങ്ങനെ വിവിധ ഓഫീസുകളിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഉച്ചഭക്ഷണത്തിന് കൊണ്ടുവരുന്നതും ബയോ വേസ്റ്റുകളെല്ലാം നമ്മൾ ഇതിൽ നിക്ഷേപിക്കുകയും അതുമൂലം നമുക്ക് LPG ഉപയോഗിക്കുന്നതിൽ വളരെയധികം കുറവ് വരികയും നമുക്ക് ഇതിൽ നിന്നുള്ള ബയോഗ്യാസ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. വളരെ LPG പോലെ തന്നെ വളരെ നല്ല കാര്യക്ഷമമായി നമുക്കിതിൽ നിന്നും നമുക്ക് ഗ്യാസ് കിട്ടുന്നുണ്ട്. നമ്മുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതോടൊപ്പം നമ്മുടെ LPG സംസ്കരണത്തിലും വളരെ കുറവ് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടവും കൂടെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഓഫീസിലുള്ള ബയോ വേസ്റ്റ്, നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ടെങ്കിലും ബയോ വേസ്റ്റ് നമുക്ക് സംസ്കരിക്കുന്നതിന് കൃത്യമായ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലല്ല മറ്റു സ്ഥാപനങ്ങൾക്ക് കൂടി ഇത് മാതൃകയാക്കാവുന്ന വിധത്തിൽ നമ്മൾ തന്നെ ഇവിടെ ആദ്യം സ്ഥാപിക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് നമ്മളിവിടെ സ്ഥാപിച്ചത്. ജൈവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരം പ്രോജക്റ്റ്, ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ യൂണിറ്റ് കോസ്റ്റ് 33,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 1.5 ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത് മൂലം ഇവിടെ ഉണ്ടാകുന്ന കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കമുള്ള ബയോളജിക്കലി ഗ്രേഡബിളായിട്ടുള്ള വേസ്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഡിസ്പോസൽ നമുക്ക് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പാചകത്തിന് ആവശ്യമായ പാചകവാതകവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. എൻ്റെ പേര് ഷീബ. ഞാൻ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ FDS ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. നമ്മൾ ഇത്രയും നാളും പഞ്ചായത്തിൽ ഉപയോഗിച്ചിരുന്ന LPS ഗ്യാസിൻ്റെ ഉപയോഗം കൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ബയോഗ്യാസ് കിട്ടിയതിന് ശേഷം 1 മാസത്തോളമായി നമുക്ക് ബയോഗ്യാസിൻ്റെ നിർമ്മാണം ഇവിടെ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു പ്ലാന്റാണെന്നുള്ളത് അറിയിക്കുന്നു. പഞ്ചായത്തിൻ്റെ നമുക്ക് 3 നില കെട്ടിടമാണ് പഞ്ചായത്ത് ഓഫീസിനുള്ളത്. അതായത് കൃഷി ഓഫീസ്, NRGS ഓഫീസ്, താഴെ മറ്റുള്ള ഇതിൻ്റെ ഓഫീസുകൾ. അപ്പോൾ ഈ 3 നിലയിലുള്ള വേസ്റ്റുകളെല്ലാം നമ്മളിപ്പോൾ ഒരു ബക്കറ്റിനകത്ത് നിക്ഷേപിച്ച് അത് വൈകുന്നേരമാകുമ്പോൾ ഞങ്ങളിതിൽ കൊണ്ടുവന്ന് ഇടുകയും, ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ഗ്യാസ് പോലെ മറ്റ് LP ഗ്യാസ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല ഒരു ഇത് തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടിയതിന് ശേഷം അത് നമ്മൾ മറ്റേ ഗ്യാസ് നമുക്ക് 1 മാസം എടുത്താൽ നമുക്ക് 1.5 മാസം മാത്രമേ LPS ഗ്യാസിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലിപ്പോൾ നമ്മളിപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇടുന്നതിനനുസരിച്ച് നമുക്ക് ദിവസവും നമുക്ക് ഗ്യാസ് കിട്ടുകയും അതിന് സന്തോഷമുണ്ട്. നമുക്ക് ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞും നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഉപയോഗം, നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് LPS ഗ്യാസ് എടുക്കാൻ പറ്റാത്ത അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നിർമ്മിച്ചതിന് ശേഷം ആരുടെയും ഒരു ഇതുമില്ലാതെ നമുക്കിപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളും ഈ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് കൂടെ ഈ അവസരത്തിൽ പറഞ്ഞു തരുന്നു. എൻ്റെ പേര് ലതിക. ഞാനിവിടെ ഫുൾ ടൈം സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. LPG ഗ്യാസ് വെച്ചതിന് ശേഷം നമുക്ക് ഫലപ്രദമായി വരുന്നുണ്ട്. ഓഫീസ് വർക്കിന് നമുക്ക് ഫുൾ ടൈം ഈ ഗ്യാസാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ ഫംഗ്ഷനുകൾ ഞങ്ങൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ഗ്യാസ് വെച്ച് നമുക്ക് വലിയ ഉപയോഗപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബയോഗ്യാസ് കുറച്ച് നാളായി കൊണ്ടുവച്ചിട്ട് അതിൽ വലിയ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗ്യാസിൻ്റെ അളവ് കുറഞ്ഞ് ബയോഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബയോടെക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിവിടെ സ്ഥാപിച്ചത്. അവർ കൃത്യമായ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനും അതിനുശേഷമുള്ള ഫോളോ അപ്പ് അവർ കൃത്യമായി നടത്തുന്നുണ്ട്.
നമുക്ക് തന്നെ തുടർന്നുള്ള പ്രോജക്റ്റുകളിൽ ഇത് നമ്മുടെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതാണ്. അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ കൃത്യമായിട്ട് ആ വിവരങ്ങൾ ഈ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തും. ഇത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ധാരാളം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പരിചയക്കാരും എല്ലാം ഈ ഗ്രൂപ്പിൽ നിന്ന് ഇത് സ്ഥാപിച്ചതിൻ്റെ നേട്ടങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മാലിന്യ സംസ്കരണ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനം കിട്ടുന്ന ഒരു സംഭവമാണ്. എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വീടുകളിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വളരെ നല്ല രീതിയിൽ ഇത് നമുക്ക് അതിൻ്റെ ഫലം തരുന്നു. ഈ ഒരു അവസരത്തിൽ ആ കമ്പനിക്ക് നല്ല ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതും കൂടെ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.